ഗുഡ് മോർണിംഗ്. നിഫ്റ്റി ഏകദേശം ഒരു 4 പോയിൻ്റ് ഡൗൺ ആയിട്ട് കാണിക്കുന്നു. 4 പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ടൈം നോക്കുകയാണെങ്കിൽ 8 മണിക്ക് ശേഷം നിൽക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു 4 പോയിൻ്റ് ഡൗൺ മാത്രമേ ഉള്ളൂ. മറ്റുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്നലത്തെ സ്ട്രെങ്ത്ത് വെച്ച് നോക്കുമ്പോൾ ഒക്കെ ബൈ ട്രെൻഡാണ്. നമ്മളെ എല്ലാ എക്സ്പ്ലനേഷനും ബൈ ആണ്. പക്ഷേ എങ്കിലും നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ടെക്നിക്കലല്ല, അല്ലെങ്കിൽ ഫണ്ടമെൻ്റലല്ല, ട്രേഡേഴ്സിനെ സംബന്ധിച്ച് സെൻറ്റിമെൻ്റലാണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഞാൻ വരാം. സെൻറ്റിമെൻ്റൽ എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ എപ്പോൾ വേണമെങ്കിലും വീക്ക്നെസ് വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ വീക്ക്നെസ് നമുക്ക് വരുമെന്നുള്ള പ്രതീക്ഷയുണ്ടെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രധാനപ്പെട്ട 50 സ്റ്റോക്സിൽ മൂവ്മെൻറ്റ് നോക്കണം. ആ 50 സ്റ്റോക്സിൽ മൂവ്മെൻറ്റ് ഓക്കെ ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അതിൽ വീക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ആണ്, അവിടെ നമ്മൾ ടെക്നിക്കൽ ഉപയോഗിക്കണം. ടെക്നിക്കൽ എന്താണ്? ടെക്നിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെയൊക്കെ കാണിച്ച പോലെ നമുക്ക് ആദ്യത്തെ ഒരു 30 മിനിറ്റ്സിൻ്റെ ആവറേജ് അല്ലെങ്കിൽ 30 മിനിറ്റ്സിൻ്റെ ഒരു പിവറ്റിൽ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വയ്ക്കണം. കാരണം അതിന് താഴെ പോവുകയാണെങ്കിൽ നെഗറ്റീവ് വരാം. സ്പോട്ട് ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ ഗോൾഡാണ് ഞാൻ പറയുന്നത്. അതിൽ നമുക്കൊന്ന് അൺസിന് ബേസിലാണ് പറയുന്നതെങ്കിലും അതൊക്കെ വിട്ടുകളയാം. എങ്കിലും നമുക്ക് അവിടുത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 0.9% ഇന്നലെയും അപ്പാണെന്നുള്ളതാണ്. അങ്ങനെ അപ്പാണ്. ഓക്കെ, അടുത്ത് FOMC മീറ്റിങ്ങിൻ്റെ ഒരു ന്യൂസ് ഈ നൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അമേരിക്കൻ മാർക്കറ്റ് ചെറിയ ഡൗൺ ട്രെൻഡ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് അവിടെ കറൻസിനായിട്ട് ബന്ധപ്പെട്ട എഫക്റ്റാണ് വരാൻ പോകുന്നത്. കറൻസീനെ എഫക്റ്റിനെ ബന്ധപ്പെട്ട് ഗോൾഡിൽ മൂവ്മെൻറ്റ് വ്യത്യാസം വരാം. അതുപോലെ തന്നെ ക്രൂഡിൽ മൂവ്മെൻറ്റുകൾ ഭയങ്കര ഡിഫറൻസ് വരാം. അതോടൊപ്പം തന്നെ എല്ലാ കറൻസീനെയും ബാധിക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് FOMC മീറ്റ് ഉള്ളതുകൊണ്ട് അമേരിക്കൻ മാർക്കറ്റ് സ്ലൈഡ് ഡൗണിങ് ആണ് കാണിക്കുന്നത്. ശ്രദ്ധിക്കുക. IPOയുടെ കാര്യം പറഞ്ഞപ്പോൾ ടാറ്റ ക്യാപിറ്റലിൻ്റെ IPO പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ LG പറഞ്ഞിരുന്നു. പക്ഷേ ഈ ടാറ്റ ക്യാപിറ്റലിൻ്റെ IPOയിൽ കുറച്ച് പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് ഗ്രാജുവൽ മൂവ്മെൻ്റ് ആയിരിക്കും. ഫസ്റ്റ് തന്നെ ഭയങ്കര പ്രോഫിറ്റ് കിട്ടുന്നുള്ള പ്രതീക്ഷയൊന്നും നമുക്ക് ടാറ്റ ക്യാപിറ്റലിലേക്ക് ചിലപ്പോൾ വരാൻ പറ്റിയില്ല എന്ന് വരും. കാരണം ഒരുപാട് വലിയൊരു വോളിയം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ടാറ്റ ആയതുകൊണ്ട് തന്നെ ഇതിൽ പ്രോഫിറ്റ് ബുക്കിങ്ങും പെട്ടെന്ന് വരാം. എനിക്ക് തോന്നുന്നു ടാറ്റ ക്യാപിറ്റലും ഫസ്റ്റ് ചോയ്സാണോ വെച്ചാൽ അല്ല, അതിനേക്കാളും പ്രധാനപ്പെട്ട ചോയ്സ് LG തന്നെയാണ്. LG ആണ് കുറച്ചും കൂടി നല്ല പെർഫോമൻസ് ചെയ്യുന്നത്. ഓൾറെഡി എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഡേ 105% ആയി. അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്താണ് LGയുടെ ഒരു മൂവ്മെൻറ്റ്. നമുക്ക് അറിയാവുന്ന കമ്പനികളാണ്. LG നിങ്ങൾ IPO അപ്ലിക്കേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. എല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് HNIയിൽ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഇൻഡിവിജ്വൽ ക്ലയൻറ്റിന് HNIയിൽ ചെയ്യാവുന്നതാണ്. 2 lakhsന് മുകളിൽ HNI വിഭാഗത്തിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്ത സന്തോഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൂടി ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ ബൈ വന്നു എന്നുള്ളത് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ബൈ ചെറുതായിട്ട് വന്നു, അവരൊന്ന് കുറച്ചു. പക്ഷേ എങ്കിലും ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഒന്ന് ബൈ വന്നു. ചിലപ്പോൾ ഇത് വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല. 2 days വരെ ഉണ്ടാവുമെന്ന് പോലും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് വെച്ചിട്ടൊന്നും ഒരു വർക്കൗട്ടൊന്നുമില്ല മാർക്കറ്റിൽ. സെൻറ്റിമെൻ്റൽ ഇമ്പാക്റ്റ് എന്ന് പറയാമെന്നല്ലാണ്ട് കണ്ടിന്യൂസ് ഒരു ഫിഗർ കണ്ടിട്ട് FIs തിരിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും ഒരു പോസിറ്റീവ്സ്. നമുക്കൊന്നും കൂടി നിഫ്റ്റി ഒന്നും കൂടി അനലൈസ് ചെയ്യുകയാണെങ്കിൽ 25 ഫ്യൂച്ചേഴ്സാണ് ഇത് പറയുന്നത്. ശ്രദ്ധിക്കണം, ഫ്യൂച്ചേഴ്സാണ് കേട്ടോ. അപ്പോൾ 25,287 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ പോസിറ്റീവ് ട്രെൻഡ്, അല്ലെങ്കിൽ താഴത്തേക്ക് വരാം, പക്ഷേ റിക്കവറിയും വരാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ആരൊക്കെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നിഫ്റ്റിയിലെ ഷെയർസ് വരും എന്നുള്ളത് നമ്മൾ വാച്ച് ചെയ്യാൻ ടോപ്പ് 50 നോക്കേണ്ടതാണ്. പക്ഷേ ഇത് കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് ട്രെൻഡ് എന്ന് പറയാം. ഇത് കട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഫ്യൂച്ചറാണ് പറയുന്നത്. ഇത് കട്ട് ചെയ്യുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ എപ്പോഴും ഇതിൻ്റെ മാർക്കറ്റിൻ്റെ ഇന്നത്തെ ആവറേജ് പിവറ്റ് എപ്പോഴും വാച്ച് ചെയ്യണം. കാരണം എപ്പോഴെങ്കിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു എന്ന് വരാം.
പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. വലിയൊരു താഴ്ചയല്ല, പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു വരാം. താങ്ക് യു. വീണ്ടും ഗിഫ്റ്റ് നിഫ്റ്റിക്ക് തന്നെ വേണം. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഏകദേശം 35 പോയിൻ്റ് അപ്പാണ്. സമയം പറയാൻ 8:32. ഓക്കെ, അപ്പോൾ ഇപ്പോഴും സ്ട്രെങ്ത്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് മാർക്കറ്റിൽ ഈ സ്ട്രെങ്ത്ത് കാണിക്കുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു എൻട്രി, അത് കഴിഞ്ഞ് വീണ്ടും ഒരു എൻട്രി, ഈ മൂന്നാമത്തെ എൻട്രിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ശ്രദ്ധിക്കുക, 2 എൻട്രി വരെ കിട്ടാം. എനിക്ക് തോന്നുന്നു ഇതൊരു ഏകദേശം 945 ഈ റേഞ്ചുകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഏതാണെന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഓക്കെ, കുറച്ചൊന്ന് സൂക്ഷിക്കേണ്ട സമയമാണ്. നിങ്ങൾ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നുകൂടാന്നില്ല, എങ്കിലും അപ് ട്രെൻഡിൽ തന്നെ വാച്ച് ചെയ്യുക, സപ്പോർട്ട് കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ആൾ. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം ഗുഡ് മോർണിംഗ്. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം ഒരു 4 പോയിൻ്റ് ഡൗൺ ആയിട്ട് കാണിക്കുന്നു. 4 പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ടൈം നോക്കുകയാണെങ്കിൽ 8 മണിക്ക് ശേഷം നിൽക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു 4 പോയിൻ്റ് ഡൗൺ മാത്രമേ ഉള്ളൂ. മറ്റുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ, ഇന്നലത്തെ സ്ട്രെങ്ത്ത് വെച്ച് നോക്കുമ്പോൾ ഒക്കെ ബൈ ട്രെൻഡാണ്. നമ്മളെ എല്ലാ എക്സ്പ്ലനേഷനും ബൈ ആണ്. പക്ഷേ എങ്കിലും നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ടെക്നിക്കലല്ല, അല്ലെങ്കിൽ ഫണ്ടമെൻ്റലല്ല, ട്രേഡേഴ്സിനെ സംബന്ധിച്ച് സെൻറ്റിമെൻ്റലാണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഞാൻ വരാം. സെൻറ്റിമെൻ്റൽ എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ എപ്പോൾ വേണമെങ്കിലും വീക്ക്നെസ് വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ വീക്ക്നെസ് നമുക്ക് വരുമെന്നുള്ള പ്രതീക്ഷയുണ്ടെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രധാനപ്പെട്ട 50 സ്റ്റോക്സിൽ മൂവ്മെൻറ്റ് നോക്കണം. ആ 50 സ്റ്റോക്സിൽ മൂവ്മെൻറ്റ് ഓക്കെ ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അതിൽ വീക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, എക്സ്പീരിയൻസ് ആണ്, അവിടെ നമ്മൾ ടെക്നിക്കൽ ഉപയോഗിക്കണം. ടെക്നിക്കൽ എന്താണ്? ടെക്നിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെയൊക്കെ കാണിച്ച പോലെ നമുക്ക് ആദ്യത്തെ ഒരു 30 മിനിറ്റ്സിൻ്റെ ആവറേജ്, അല്ലെങ്കിൽ 30 മിനിറ്റ്സിൻ്റെ ഒരു പിവറ്റിൽ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വയ്ക്കണം. കാരണം അതിന് താഴെ പോവുകയാണെങ്കിൽ നെഗറ്റീവ് വരാം. സ്പോട്ട് ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ ഗോൾഡാണ് ഞാൻ പറയുന്നത്. അതിൽ നമുക്കൊന്ന് അൺസിന് ബേസിലാണ് പറയുന്നതെങ്കിലും അതൊക്കെ വിട്ട് കളയാം. എങ്കിലും നമുക്ക് അവിടുത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 0.9% ഇന്നലെയും അപ്പാണെന്നുള്ളതാണ്. അങ്ങനെ അപ്പാണ്. ഓക്കെ, അടുത്ത് FOMC മീറ്റിങ്ങിൻ്റെ ഒരു ന്യൂസ് ഈ നൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അമേരിക്കൻ മാർക്കറ്റ് ചെറിയ ഡൗൺ ട്രെൻഡ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് അവിടെ കറൻസിനായിട്ട് ബന്ധപ്പെട്ട എഫക്റ്റാണ് വരാൻ പോകുന്നത്. കറൻസിനെ എഫക്റ്റിനെ ബന്ധപ്പെട്ട് ഗോൾഡിൽ മൂവ്മെൻറ്റ് വ്യത്യാസം വരാം. അതുപോലെ തന്നെ ക്രൂഡിൽ മൂവ്മെൻറ്റുകൾ ഭയങ്കര ഡിഫറൻസ് വരാം. അതോടൊപ്പം തന്നെ എല്ലാ കറൻസിനെയും ബാധിക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് FOMC മീറ്റ് ഉള്ളതുകൊണ്ട് അമേരിക്കൻ മാർക്കറ്റ് സ്ലൈഡ് ഡൗണിംഗ് ആണ് കാണിക്കുന്നത്. ശ്രദ്ധിക്കുക. IPOയുടെ കാര്യം പറഞ്ഞപ്പോൾ ടാറ്റ ക്യാപിറ്റലിൻ്റെ IPO പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ LG പറഞ്ഞിരുന്നു. പക്ഷേ ഈ ടാറ്റ ക്യാപിറ്റലിൻ്റെ IPOയിൽ കുറച്ച് പ്രശ്നം എന്ന് പറയുന്നത്, ഇതിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് ഒരു ഗ്രാജുവൽ മൂവ്മെൻ്റ് ആയിരിക്കും. ഫസ്റ്റ് തന്നെ ഭയങ്കര പ്രോഫിറ്റ് കിട്ടുന്നുള്ള പ്രതീക്ഷയൊന്നും നമുക്ക് ടാറ്റ ക്യാപിറ്റലിലേക്ക് ചിലപ്പോൾ വരാൻ പറ്റിയില്ല എന്ന് വരും. കാരണം ഒരുപാട് വലിയൊരു വോളിയം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ടാറ്റ ആയതുകൊണ്ട് തന്നെ ഇതിൽ പ്രോഫിറ്റ് ബുക്കിങ്ങും പെട്ടെന്ന് വരാം. എനിക്ക് തോന്നുന്നു ടാറ്റ ക്യാപിറ്റലും ഫസ്റ്റ് ചോയ്സാണോ വെച്ചാൽ അല്ല, അതിനേക്കാളും പ്രധാനപ്പെട്ട ചോയ്സ് LG തന്നെയാണ്. LG ആണ് കുറച്ചും കൂടി നല്ല പെർഫോമൻസ് ചെയ്യുന്നത്. ഓൾറെഡി എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഡേ 105% ആയി. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്താണ് LGയുടെ ഒരു മൂവ്മെൻറ്റ്. നമുക്ക് അറിയാവുന്ന കമ്പനികളാണ്. LG നിങ്ങൾ IPO അപ്ലിക്കേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. എല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് HNIയിൽ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഇൻഡിവിജ്വൽ ക്ലയൻറ്റിന് HNIയിൽ ചെയ്യാവുന്നതാണ്. 2 lakhsന് മുകളിൽ HNI വിഭാഗത്തിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്ത സന്തോഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കൂടി ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ ബൈ വന്നു എന്നുള്ളത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ബൈ ചെറുതായിട്ട് വന്നു, അവരൊന്ന് കുറച്ചു. പക്ഷേ എങ്കിലും ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഒന്ന് ബൈ വന്നു. ചിലപ്പോൾ ഇത് വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല.
2 ഡേയ്സ് വരെ ഉണ്ടാവുമെന്ന് പോലും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് വെച്ചിട്ടൊന്നും ഒരു വർക്കൗട്ടൊന്നുമില്ല മാർക്കറ്റിൽ. സെൻറ്റിമെൻ്റൽ ഇമ്പാക്റ്റ് എന്ന് പറയാമെന്നല്ലാണ്ട് കണ്ടിന്യൂസ് ഒരു ഫിഗർ കണ്ടിട്ട് FIs തിരിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും ഒരു പോസിറ്റീവ്സ്. നമുക്കൊന്നും കൂടി നിഫ്റ്റി ഒന്നും കൂടി അനലൈസ് ചെയ്യുകയാണെങ്കിൽ 25 ഫ്യൂച്ചേഴ്സാണ് ഇത് പറയുന്നത്, ശ്രദ്ധിക്കണം, ഫ്യൂച്ചേഴ്സാണ് കേട്ടോ. 25,287 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ പോസിറ്റീവ് ട്രെൻഡ്, അല്ലെങ്കിൽ താഴത്തേക്ക് വരാം, പക്ഷേ റിക്കവറിയും വരാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ആരൊക്കെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നിഫ്റ്റിയിലെ ഷെയർസ് വരും എന്നുള്ളത് നമ്മൾ വാച്ച് ചെയ്യുന്ന ടോപ്പ് 50 നോക്കേണ്ടതാണ്. പക്ഷേ ഇത് കട്ട് ചെയ്യുകയാണെങ്കിൽ ബുള്ളിഷ് ട്രെൻഡ് എന്ന് പറയാം. ഇത് കട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഫ്യൂച്ചറാണ് പറയുന്നത്. ഇത് കട്ട് ചെയ്യുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ എപ്പോഴും ഇതിൻ്റെ മാർക്കറ്റിൻ്റെ ഇന്നത്തെ ആവറേജ് പിവറ്റ് എപ്പോഴും വാച്ച് ചെയ്യണം. കാരണം എപ്പോഴെങ്കിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു എന്ന് വരാം. പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്, വലിയൊരു താഴ്ചയല്ല, പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു വരാം. താങ്ക് യു.